ஹலோ, இயக்குனர் விஎம்சி அனீஃபா அவர்கள் இருக்கிறாரா? யார் பேசுறீங்க? ഞാനാടോ മമ്മൂട്ടി. തനിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ വിളിച്ചതേ എനിക്ക് തന്റെ മാരുതി വാനെന്ന് വേണം. അപ്പൊ തന്റെ കാറോ? വിവരങ്ങളൊക്കെ ഞാൻ രാവിലെ കാണുമ്പോൾ പറയാം. താൻ വണ്ടി വേഗം ഇങ്ങോട്ട് അയക്കും. ഓക്കെ, ഇപ്പൊ ചെക്കാം. ടോണി, ടോണി, നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർക്കിപ്പോ എന്നെയും സംശയമുണ്ട്. ഓരോ മൂമെന്റ്സും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് പോകുന്നതാണ് സേഫ്. ഒരു കാരണവശാലും പോലീസിൽ പിടികൊടുക്കരുത്. നാട്ടിലാകുമ്പോൾ ഒളിവിൽ കഴിഞ്ഞാലും വീട്ടുകാരുടെ സഹായമെങ്കിലും ഉണ്ടാവും. വീട്ടുകാരെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ സാർ നല്ലത്. കുരിശിങ്കൽ കറിയാച്ചന്റെ മകൻ ടോണി. പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. ഇവരുടെ കാര്യം അതിലും കഷ്ടമാണ്. അതുപോട്ടെ എത്ര കാലം എന്ന് വെച്ചാൽ സാർ ഈ ഒളിവിൽ കഴിയുന്നത്? പോലീസ് ഒരാളെ കൂടെ തിരയുന്നുണ്ട്. എറണാകുളം മദ്രാസ് ടിക്കറ്റ് എടുത്ത ഏതോ ഒരു സുരേഷ്. അവനെ ഞങ്ങൾക്കറിയാം. എങ്ങനെ? ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. അവനാണ് ഈ കൊല ചെയ്തതെങ്കിലോ? ആകപ്പാടെ ഒരു കള ലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. അതിനൊരു ചാൻസ് ഉണ്ട്. കൊല നടന്നു എന്ന് പറയുന്ന ഈ റോഡിനും സേലത്തിനും ഇടയ്ക്ക് വെച്ചാണ് അവനും മിസ്സായിരിക്കുന്നത്. ഒന്നുകിൽ അവനായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ കൊല ചെയ്തതെന്ന് അവൻ അറിയാമായിരിക്കണം. സംശയിക്കപ്പെടുമോ എന്ന് ഭയന്നായിരിക്കും അവൻ രക്ഷപ്പെട്ടിരിക്കുക. അവനെ പിടിച്ചാൽ സത്യം എന്താണെന്ന് അറിയാൻ പറ്റും. അതുവരെയെങ്കിലും നിങ്ങൾ പോലീസിന് പിടികൊടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ആകെ പരിചയമുള്ള ഒരാൾ ഞാനാ. എന്റെ 4 ചുറ്റും പോലീസാ. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് സാർ പോകുന്നത്? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂബിലിയുടെ ഒരു യൂണിറ്റ് വന്ന് കേരളത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട. കയറിക്കോളൂ. കയറിക്കോ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ പിള്ളേരാണ്. ഇവരെ സുരക്ഷിതമായിട്ട് കോട്ടയത്ത് എത്തിക്കണം. ശരി സാർ. ഇത് വെച്ചോളൂ. കുറച്ച് ഡ്രസ്സാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും പറയണ്ട. എന്ത് സംഭവിച്ചാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം. പണം ഇത് എന്തെങ്കിലും ആവശ്യം കാണും. വെച്ചോളൂ. ചെല്ലേ. താങ്ക്സ് സാർ. ചേട്ടാ കുടിച്ചോണേ. ശല്യമായില്ലോ. എന്താ സാർ, എന്താ ഇത്? വാട്ട് യു വാണ്ട്? എനിക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. ആരുടെ വണ്ടിയാ? എന്റെ ഒരു ഫ്രണ്ടിന്റെ. നിങ്ങളുടെ വണ്ടിക്ക് എന്ത് പറ്റി? അതിന് പനി പിടിച്ചു. സി മിസ്റ്റർ മൂർത്തി, ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാറിൽ സഞ്ചരിക്കും, എന്റെ കാറിൽ സഞ്ചരിക്കും, ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും, അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിക്കും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇപ്പൊ 2-3 പ്രാവശ്യം ആയല്ലോ ചില കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. സെർച്ചും ചെയ്സും ഒക്കെ. മമ്മൂട്ടി, നിങ്ങളെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കൊല ചെയ്യുന്നതിന് തുല്യമാണ് കൊലയാളികൾ രക്ഷിക്കലും. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ പോലീസുകാരെ മുഴുവൻ വിട്ടുകളാക്കി എന്നും അവർ ഒളിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ട. 3 എണ്ണത്തിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തേ അവരെ പിടിക്കാത്തത്? പിടിക്കും. ദിസ് ഇസ് എ ചാലഞ്ച്. ഈ 3 പേരെ ഞാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ the 4th one will be you.
കുറ്റവാളികൾ ഒളിപ്പിച്ചതിനും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിനും അന്ന് നിങ്ങൾ കയ്യും കെട്ടിന്ന് ഉത്തരം പറയേണ്ടി വരും. See you. I am DSP Murthy from Tamil Nadu Police. ടോണിയുടെ ഫാദറാണ്. ടോണി അവനോടില്ല. എനിക്ക് ടോണിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. മോളിക്കുട്ടി ഞാന് ടോണിച്ചായൻ. പതുക്കെ. ടോണിച്ചായൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അപ്പച്ചൻ എന്തി? അപ്പച്ചൻ ഉറങ്ങിയോ? ഇല്ല. മോളിക്കുട്ടി, ആരാടി അവിടെ? നിന്നോടെ ചോദിച്ചത് നീ ആരോടെ സംസാരിച്ചതെന്ന്. എടി ആരോടെ സംസാരിച്ചതെന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്റെ ഈശോയെ, ദേ കണ്ടോ, ഇനി എന്തൊക്കെ ഇവൻ വരുത്തി കൂട്ടാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. നീ എങ്ങനെ ഇവിടെ എത്തി? പോലീസ്? അപ്പച്ച, എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. ഞങ്ങളെയും കൂടി പോലീസ് കൊടുക്കാനാണോ? പ്രായം ഒരു പെണ്ണി വീട്ടിലുണ്ട്. മറിയാമ്മേ, ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ കൂടി അറിയിക്കണ്ടേക്ക്. ഓ, അല്ലേലും പിന്നെ നാട്ടുകാർ അറിയാതിരിക്കുക മോന്റെ കൊണവധികാരം. ടിവിയിലും പത്രത്തിലും. ഓ എന്റെ കർത്താവേ, എനിക്ക് വയ്യ. എന്തിനാടാ മഹാഭാവി നീ ആ കൊച്ചിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അപ്പച്ചനെ ഇത് വിശ്വസിച്ചോ? ഞാനൊരു പെൺകുട്ടിയെ, അതും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു കുട്ടിയെ. അപ്പച്ച, ഞങ്ങളല്ലേ ഇത് ചെയ്തത്, വേറെ ആരോ ആണ്. അപ്പച്ച ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അതിപ്പോ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നമുക്ക്... നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ മോളെ ഇവിടെ ഇട്ടേച്ച് കൊലക്കുറ്റം ഏറ്റുപിടിക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ പോലീസുകാരെ കൊണ്ട് കിടക്കപ്പുറതിയില്ല. പോലീസുകാരാ? അതേടാ മോനെ, ഇവിടുത്തെ മൂത്തപുത്രൻ കളക്ടർ ഉദ്യോഗസ്ഥനല്ലേ, കണ്ടു വന്നിക്കാൻ വന്നതാ. മറിയാമ്മേ, ഓ എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ, ഞാൻ രണ്ടാനമ്മയായി പോയില്ലേ. ഒരു കാര്യം ചെയ്, വരുന്ന പോലീസുകാരെയും ഇവനെ തിരക്കി വരുന്ന റൗഡികളെ വിളിച്ചിരുത്തി അങ്ങ് സൽക്കരിച്ചോ. റൗഡിയാണോ? ആ, മോട്ടോർ സൈക്കിൾ എടുത്ത് വന്നിരുന്നു, കയ്യിലൊരു കത്തിയും കൊണ്ട്. ഇവന്റെ ശവവും കൊണ്ടേ പോവുള്ളെന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ഇയാളെയും കൂടി കൊലക്ക് കൊടുത്ത് എന്നെ എന്റെ മോളെ മര്യാദരാക്കരുത്. കൊച്ചമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. പോവാം. ഹരി, ഒരു ബൈക്കിന്റെ ശബ്ദം. ഒരു ബൈക്കിന്റെ ശബ്ദം. എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാ കേട്ടത്. ബുള്ളറ്റ്, തേങ്ങാ കൊല. അളിയന്റെ വല്ല നോവലും സ്വപ്നം കണ്ടായിരിക്കും. അല്ലെന്ന് ഞാൻ ശരിക്കും കേട്ടതാ. അയ്യോ,
അല്ല ടോണി, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിന്റെ തന്തപ്പടിയുടെ കൈവിട്ട സ്ഥിതിക്ക് രണ്ട് വഴിയേ ഉള്ളൂ. നേരെ ചെന്നങ്ങ് പിടികൊടുക്കുക, സത്യം കർത്താവ് തെളിയിക്കട്ടെ, അന്ന് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങ് മുങ്ങുക, സത്യം തെളിയുന്നവരെ. രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റിസ്ക് ആണോ? ഇനിയിപ്പോ പിടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലീസുകാരടിച്ച് ഷേപ്പ് മാറ്റും. മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തൊരു ടെൻഷൻ. ഇതേപോലെ ഒരു ബൈക്കിന്റെ ശബ്ദമോ വിമാനത്തിന്റെ ശബ്ദമോ കേൾക്കുമ്പോ ടൂമച്ച്. എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ വാരികയിൽ വാരഫല എഴുന്ന ശങ്കരശാസ്ത്രി പറഞ്ഞതാ, എനിക്കിപ്പോൾ രാഹുൽ കേതുവിന്റെ അപഹാരമാണെന്ന്. അപമാനം, അന്യദേശവാസം, മരണഭീതി. അയ്യോ, എനിക്ക് വയ്യ. എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, ഈ ഡിക്റ്റേറ്റീവ് നോവൽ എഴുതി അറം പറ്റുമെന്ന്. ടോണി, ഞാൻ കേട്ടത് സത്യം. ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടതാ. ആരുടെയോ പിച്ചാത്തി പിടിയില്ല നമ്മുടെ ജീവിതം. സത്യം പറയടാ, നീയല്ലേ ദേവിയെ കൊന്ന്? അല്ല, ഞാനല്ല. നിങ്ങളാണ് ചെയ്തെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാണ് ഞാൻ വന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആരാ? സത്യം പറയാൻ പറയടാ, പറയാൻ. ദേവി, ദേവി, എഴുന്നേൽക്ക്. സ്റ്റേഷൻ അടുക്കാറായി, ഇറങ്ങാം.
വെളിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് ഇറങ്ങണ്ട. ആർക്കെങ്കിലും സംശയം തോന്നും. ദേവി ഈ ഡോറിൽ കൂടെ ഇറങ്ങിയാൽ മതി. വണ്ടി ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ അതുവഴി വന്നോളാം. ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. പേടിക്കണ്ട, ഇറങ്ങിക്കോ. അങ്ങോട്ട് മാറിയുന്നു. വണ്ടി ഇവിടെ ആറുമ്പോ ഞാൻ അതുവഴി വരാം. Right time da. இது ஃபர்ஸ்ட் கிளாஸ் ரிசர்வேஷன் கம்பார்ட்மெண்ட். சொன்னா கேளு, இங்க பெர்த்தும் இல்ல சீட்டும் இல்ல. பக்கத்து கம்பார்ட்மெண்ட் போய் ஏறு. இறங்கய்யா இறங்க. கீழே விழுந்து சத்த போயிடும். கையிடு. கேட்க மாட்டீங்க. என்ன போ. இது உன் ப்ராப்பர்ட்டி இல்ல, கவர்மெண்ட் ப்ராப்பர்ட்டி. என்ன இது? சொன்ன கேட்க மாட்டேன். ഇയാൾ ഇത് എവിടെ പോവാ? മൂത്രമൊഴിക്കാൻ പോട്ട് വരും. എടാ കൈ പെട്ടി വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. ആശാന ഇത് വെച്ചാൽ മോശം പൊങ്ങിയരിച്ച. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഒന്ന് മാറിക്കണോ ആശാന, പ്ലീസ്. വണ്ടി പോന്നു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇറങ്ങാനാ? അതിന് മദ്രാസ് എത്തിയില്ലല്ലേ? അയ്യോ, എനിക്ക് ഇവിടെ നീ അല്ലേ പറഞ്ഞ മദ്രാസിൽ ഏതാണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ സത്യം പറ, ഞാറുടെ പറ്റി ഇത് അവിടുന്ന് അടിച്ചാണെന്ന്. ഞാൻ അടിച്ചാണ്, ഞാൻ ഇവിടെ പറയില്ല. പറ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എനിക്ക് ഇവിടെ ഇറങ്ങണം. നീ കാലൊന്നും പിടിക്കണ്ട. ഇതൊന്നും അത്ര ശരിയല്ല. നീ പോ. ராஜமாணிக்கா, யாரோ செயினை பிடிச்சி எடுத்துட்டாங்க. யாருன்னு போய் பாரு. ஆமா, ரைட் டைம் தான் സാർ. என்னம்மா? സാർ, ഞാൻ ഈ വണ്ടി വന്നതാ. മദ്രാസിന് പോകേണ്ടതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. വണ്ടി വിട്ടുപോയി. ചായ കുടിക്കാൻ ബാഗുമായാണോ പുറത്തിറങ്ങുന്നത്? സാർ, അത് ക്യാഷ് ഇതിലായിരുന്നു. പെട്ടെന്ന് ബാഗ് എടുത്തിറങ്ങി. അച്ഛനും അമ്മയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികള് അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ, ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സാർ. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞ് വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സാർ. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി വിളിച്ചു തരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സി കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തസ്വാമി, ശീഘ്രം വാ. ഞാൻ തിരിച്ചു വരുമ്പോൾ ദേവി പോയി കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരും എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആര്? ആ കുട്ടിക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു. അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്തു നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ
ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയ അത്രയായില്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചറിഞ്ഞാലോ? 4 പേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നിരിക്കട്ടെ. നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല.